ഇന്ന് മക്കളുമായിട്ടൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം വൈകുന്നേരം ഒരു 4:30 ആയി കാണും ട്ടോ. അത് എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഒരു 10, 15 മിനിറ്റ് ദൂരം അപ്പുറത്ത് കുഞ്ഞൊരു പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ അവിടെയൊന്നും കൊണ്ടുപോയിട്ടില്ല ട്ടോ ഞാന്. അപ്പോൾ അവിടം വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇതാ കണ്ടോ, ചുറ്റും നല്ല നെൽപ്പാടങ്ങളാണ് ട്ടോ. നമ്മുടെ വീടിൻ്റെയൊക്കെ പരിസരമൊക്കെ ഒരു കൊച്ചു ഗ്രാമം. ഓക്കെ. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ഒരു 4:45 ആകുമ്പോഴേക്കും അവിടെ എത്തി. 7 മണി വരെ മറ്റെയാണ് ഇവിടുത്തെ ടൈം. 7 അല്ല 7:30 വരെയൊക്കെയാണ് സമയം ട്ടോ. നമ്മളൊരു 4:45 ഇവിടെ എത്തി. വന്ന് നോക്കിയപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതെന്താണ് തിരക്കൊന്നും ഇല്ലല്ലോ എന്ന്. ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയതാണ് ട്ടോ. അപ്പോൾ ഇത് കാണുന്നവർക്ക് തോന്നും ഇതെന്താണ്, ഇത് പാർക്കാണോ, ഇതൊക്കെ ഒരു പാർക്കാണോ കുഞ്ഞത് എന്നൊക്കെ. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇത് വലിയൊരു കാര്യമാണ് ട്ടോ. കാരണം കുറച്ച് ഉള്ള ഏരിയയിലുള്ളവർക്കൊന്നും ഇങ്ങനെ വലിയ പാർക്കുകളിലേക്കൊന്നും പോവാനോ കുട്ടികളെ കൊണ്ടുപോകാനൊന്നും അവർക്കൊന്നും ചിലപ്പോൾ ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഒരു പാർക്കുകളൊക്കെ വരിക എന്ന് പറയുമ്പോൾ അത് അവിടെയുള്ള മക്കൾക്കാണെങ്കിലും പരിസരത്തുള്ളവർക്കൊക്കെ ഒത്തിരി സന്തോഷമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ. ആദ്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. 10 രൂപയോ മറ്റെയാണ് മുതിർന്നവർക്ക് കേട്ടോ. കുട്ടികൾക്കൊന്നും റേറ്റ് ഇല്ല. ഓക്കെ. അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ, കുതിര, താറാവ്, മെരിഗോ റൗണ്ട് തുടങ്ങിയിട്ടുള്ള അങ്ങനത്തുള്ള ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഓരോന്നിനായിട്ട് മോനെ ഞാൻ ഇരുത്തി. വലിയ ആളെ പറ്റില്ല കേട്ടോ, വലിയ ആൾക്കൊന്നും പറ്റില്ല, കൊച്ചു കുട്ടികൾക്കേ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളുടെ കളി കുസൃതികളൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി കുട്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മോനെയും ഞാൻ കുറച്ചൊക്കെ അതിലൊക്കെ കയറ്റി കളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഉള്ളൊരു പാർക്കും കാര്യങ്ങളൊക്കെ വരിക എന്ന് പറയുമ്പോൾ മനസ്സിന് ഒത്തിരി സന്തോഷവും കാര്യങ്ങളൊക്കെ നൽകും. ഒരുപാട് വീടിനകത്തൊക്കെ ഇരുന്ന് ദുഃഖങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ അനുഭവിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ചെറുതായിട്ടൊരു ആശ്വാസമൊക്കെ ആയിരിക്കും ട്ടോ. അപ്പോൾ ഹസ്ബൻഡിനൊന്നും നമ്മളെയൊന്നും പുറത്ത് കൊണ്ടുപോകാൻ അധികം സമയവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ജോലി തിരക്കൊക്കെ കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ആവുന്ന സമയത്ത് മക്കളെ കൂട്ടിയിട്ട് അമ്മമാർക്കാണെങ്കിലും ഒന്ന് വരാം, ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കാം, മനസ്സിനൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പോൾ ഒത്തിരി പേര് മക്കളെയും കൊണ്ട് വന്നിട്ടുണ്ട്. മുതിർന്നവരുണ്ട്, കുഞ്ഞുമക്കളെ കൊണ്ടുവന്നവരുണ്ട്, പ്രായം ഒത്തിരി ആയവരുണ്ട്. അവർക്കൊരു ആശ്വാസം തന്നെയാണല്ലോ. അപ്പോൾ അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം. അപ്പോൾ ഇത് കുറച്ച് ഉള്ളിലായിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നും കുറച്ച് ഒരു 15 മിനിറ്റ് വന്ന് വീണ്ടും കുറച്ച് ഉള്ളിലോട്ട് അങ്ങ് പോവണം കേട്ടോ. ഇത് തരൂര് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇവിടെ തന്നെ ആയിട്ട് ഒരു പൂളുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? അപ്പോൾ ഈ മുകളിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് വഴി ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അവിടെ ഒരു പൂള് കാണുന്നത് കണ്ടോ, സ്വിമ്മിങ് പൂള്. ഓക്കെ. പക്ഷെ അതിലൊന്നും ഇപ്പോൾ ഒന്നും തുടങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിനടുത്തൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. കണ്ടോ, സ്റ്റെപ്പാണേ. ഓക്കെ. കാരമല പാർക്ക് അതാണ് കേട്ടോ. കാരമല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല വ്യൂ ആണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറം വലുതായിട്ടുള്ളൊരു മലയുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, കുറച്ച് നേരമൊക്കെ അങ്ങ് കഴിയും തോറും ഓരോരുത്തരായിട്ട് ആളുകളുടെ തിരക്കുകൾ അങ്ങ് കൂടി വരികയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴിയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അങ്ങോട്ട് അങ്ങ് പോവാം. കാണുന്നുണ്ടോ? ദേ ഈ വഴിയിലൂടെ അപ്പുറം കടക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ തിരക്കിനനുസരിച്ചിട്ടൊക്കെ ഇവിടെയൊക്കെ എന്താ പറയുക, കുറച്ചൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഇതാ കണ്ടോ, കുട്ടികൾ ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടുകയാണ്. അപ്പോൾ ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇതാണ്ടോ, ഈ സ്ഥലത്തൊക്കെ ഇരുന്ന് നമുക്കിങ്ങനെ കുശല വർത്തമാനമൊക്കെ അങ്ങ് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് വൈകുന്നേരങ്ങളൊക്കെ അങ്ങ് സ്പെൻഡ് ചെയ്യാം. അങ്ങനെയൊക്കെ മുക്കിലും മൂലയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരമൊക്കെ നടത്തുന്ന ഒത്തിരി പേരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് നേരമൊക്കെ ഇവിടെ അങ്ങനെ ഇരുന്നു, കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തു. എല്ലാ അമ്മമാരും ഏകദേശം നമ്മുടെ പരിചയമുള്ളവരൊക്കെ കേട്ടോ, ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ആണല്ലോ, പരിചയമുള്ളവരെല്ലാവരും ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ പൂള് കേട്ടോ. അടുത്തുനിന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ നേരത്തെ നിന്നത് ആ സ്റ്റെപ്പിനും മുകളിലാണ്. ഓക്കെ.
പിന്നെ എന്തൊക്കെയാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതാണ്ടോ കാരമല കേട്ടോ, ഇതിൻ്റെ പേര്. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഐ ലവ് കാരമല. കണ്ടോ, മാട്ടുമല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാവശ്ശേരി, മാട്ടുമല, അങ്ങനെയൊക്കെ ആ സ്ഥലമാണ് ഇത് കേട്ടോ. അവിടെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ നിന്നിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കി കേട്ടോ. പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ കുറച്ചുകൂടി ആളുകളൊക്കെ വന്നിട്ട് തിരക്കുകളൊക്കെ കൂടുന്നുണ്ട്. കണ്ടോ, ചുറ്റും മലയാണ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഉള്ളു ഏരിയ ആണെന്നുള്ളത്. ചുറ്റും നല്ല മലയാണ് കേട്ടോ. മലകൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങ് തിരിച്ചു. മോന് കരയാൻ തുടങ്ങി, കുറച്ചുകൂടി അതിനകത്തോട്ട് പോകണമെന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അതിനകത്തേക്ക് തന്നെ കയറി കേട്ടോ. അങ്ങനെ കയറി കഴിഞ്ഞപ്പോഴാണ് തിരക്ക് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ടതിലും കൂടുതലായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? കണ്ടോ, ഇപ്പോൾ കളിക്കാൻ പോലും എന്താ പറയുക, ആളുകളുടെ തിക്കും തിരക്കുമാണ്. കുട്ടികൾക്ക് കയറാൻ നേരാവണ്ണം കിട്ടുന്നില്ല, അത്രയ്ക്ക് തിരക്കായി പോയി. ഓക്കെ, അപ്പോൾ മോന് നേരത്തെ തന്നെ കൊണ്ടുവന്നൊക്കെ കളിപ്പിച്ചത് കാരണം വലിയ പ്രയാസമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായതിനെ കരയും അവൻ. അപ്പോൾ ഓരോരുത്തരായിട്ട് പല ഭാഗത്തു നിന്നും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. എല്ലാ പ്രായത്തിലുള്ളവരും, ഏത് പ്രായത്തിലുള്ളവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നൈറ്റ് കുറച്ചുകൂടി നന്നായിരിക്കും ഇവിടെ കേട്ടോ. ബൾബും സെറ്റപ്പൊക്കെ കത്തിച്ച് നല്ല രസമുണ്ടാവും. പിന്നെ ഒരു പ്രത്യേകത ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. നൈറ്റ് പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്കും ട്യൂണും എല്ലാം കിട്ടും. നമ്മൾ ആർക്കാണോ പാടാനുള്ള കഴിവുള്ളത് അവർക്ക് കയറി അങ്ങ് പാടാം. പക്ഷെ തിരക്ക് ഒത്തിരി ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് വേഗം അങ്ങ് ഇറങ്ങി കേട്ടോ. കാരണം വണ്ടികൾ അത്രയ്ക്കും വരുന്നുണ്ട് വണ്ടികൾ കേട്ടോ. കണ്ടോ, ഇപ്പോൾ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. ടിക്കറ്റിന് വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കേണ്ട ഒരവസ്ഥയാണ്. കാരണം ആരും കണ്ടിട്ടില്ലല്ലോ, പുതിയതായിട്ടൊക്കെ തുടങ്ങിയതല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അധികം നേരമൊക്കെ, കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ആക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ. പക്ഷേ വൈകുന്നേരത്തെ പാട്ട് കാര്യങ്ങൾ അതൊന്നും കേൾക്കാനൊന്നും പറ്റിയില്ല. അതിന് പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളിൽ ഒരാളായ ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ.